ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലണ്ണൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഇനി ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താവോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിൻ്റെ അമ്മ പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ് കേട്ടോ, എടാ അവർ പണി ചെയ്യുമ്പോൾ ഒരു 7500 രൂപയിലും തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ 12000 ചോദിച്ചു, എന്നാലും കുഴപ്പമില്ല, ഭക്ഷണവും സാധനമൊക്കെ അവിടെ നിന്ന് തന്നെയല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഒന്നും വേറെ ചിലവ് വരുന്നില്ലല്ലോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി വന്ന ഫുഡെന്ന് പറയുമ്പോൾ പ്രകാശം പറയുകയാണ്, എന്ത് പറഞ്ഞാലും അത് എച്ചിലല്ലേ അമ്മേ, എച്ചിൽ നിന്ന് ജീവിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറയുമ്പോഴേക്കും ഭാനുമതി പറയുകയാണ്, അതൊക്കെ നോക്കിയിട്ട് ഇനി എന്താ കാര്യം, എന്തേലും ആട്ടെ എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞു, ഞാൻ ആ ബാലണ്ണനോടൊരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് വിളിച്ച് നോക്കട്ടെ, എന്തായെന്ന് അറിയാമല്ലോ എന്ന് പറയും. അപ്പം ബാലണ്ണൻ തന്ന ആ നമ്പറിൽ പ്രകാശം വിളിക്കുവാണ് കേട്ടോ. പ്രകാശം വിളിക്കാൻ നേരത്ത് ആ പെങ്കൊച്ച് ഫോൺ എടുത്തിട്ട് ആരാന്നൊക്കെ ചോദിക്കുവാണ്. പ്രകാശൻ എന്ന് പറയുമ്പോൾ ഏത് പ്രകാശൻ എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ പെങ്കൊച്ച് മനസ്സിൽ പറയാണ്, അങ്ങനെ ഞാൻ കാണാൻ കാത്തിരുന്ന ആൾ എന്നെ ഇപ്പം വിളിച്ചിരിക്കുവാണ്, അവസാനം അയാളുടെ കോളും എനിക്ക് വന്നു എന്നുള്ള രീതിയിൽ ആ പെങ്കൊച്ചിരിക്കുവാണ്. എന്നിട്ട് പെണ്ണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴി പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുവാണ്, കുഴപ്പമില്ല, നിങ്ങൾ പോരെ, പുറത്തോട്ടൊന്നും വലിയ ദൂരയാത്രയൊക്കെ ഒന്നും ഉണ്ടാവുകയില്ല, ഇവിടെ അടുത്തുള്ള സിറ്റിയിലുള്ള ഇത് കൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ശമ്പളം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഞാൻ തരും എന്ന് പറയുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ പെങ്കൊച്ച് ഫോൺ വെക്കുകയാണ്. മനസ്സിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ പുള്ളിക്കാരി ഫോൺ കട്ടിയത്. ഇതൊക്കെ കേട്ട പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് പ്രകാശൻ അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ ആ ജോലി ഉറപ്പായി, അടുത്ത ദിവസം കൊണ്ടൊന്ന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്, എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഡ്രൈവറിന് എന്താണെങ്കിലും 10-25,000 രൂപയുണ്ടാവും, ഒരു 10-15,000 നമ്മുടെ എല്ലാ ചിലവുകൾക്ക് പോയാലും പിന്നെ ഒരു 10,000 രൂപ ബാക്കിയുണ്ടല്ലോ, എനിക്ക് അമ്മേനെ നോക്കാമല്ലോ, അമ്മ ഈ വയസ്സാങ്കാലത്തിന് വേറെ അടുത്ത് പോയി കിടന്ന് പണിയുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് ബാക്കി കാശ് സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോന് വിക്രത്തിന് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആ പെങ്കൊച്ച് വണ്ടി എടുത്ത് കല്യാണിയുടെ ഓഫീസിലോട്ട് പോകണം. ഓഫീസിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ആരാന്നൊക്കെ ചോദിക്കുമ്പം മാഡത്തിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞ് അകത്ത് കയറുന്നുണ്ട്. റിസപ്ഷനിൽ ചെല്ലുമ്പോൾ കാദംബരി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ചോദിക്കുന്നുണ്ട് കല്യാണീനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ കല്യാണീനെ കാണാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി കാദംബരി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അകത്ത് ചെന്ന് കഴിയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്തിനാ പെർമിഷൻ ചോദിക്കുന്നത്, നേരെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നോ എന്ന് പറയുവാണ്. അപ്പോൾ കാദംബരി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി വരുമ്പോൾ കാദംബരിയോട് ചോദിക്കുന്നുണ്ട്, പേരെന്താ കുട്ടിയുടെ എന്ന് ചോദിക്കുമ്പോൾ കാദംബരി എന്ന് പറയുമ്പോൾ ഈ പെങ്കൊച്ച് മനസ്സിൽ പറയുന്നുണ്ട്, കാണേണ്ട ഒരാളെ കൂടെ ഞാനങ്ങനെ കണ്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കല്യാണിയുടെ അടുത്ത് ചെന്നിട്ട്, എൻ്റെ പേര് കാർത്തിക, ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ട്, ബിൽഡിംഗ് ഒക്കെ ഓക്കെയാണ്, അവിടുത്തെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണിയുടെ അടുത്ത് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ കല്യാണി അമ്പലത്തിൽ കണ്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ കല്യാണി അപ്പം തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കല്യാണി പറയും, അതിനെന്താ ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോഴേക്കും കാർത്തിക കല്യാണിക്ക് ഒരു ചെക്ക് കൊടുക്കുവാണ്. ചെക്ക് മേടിക്കുമ്പോഴും കല്യാണി പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാനാദ്യം ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണട്ടെ എന്നിട്ട് പോരേന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, കല്യാണിയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമോ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കല്യാണിയുടെ കയ്യിലോട്ട് ചെക്ക് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഓക്കെ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിരിയാൻ നേരത്ത് കൈ കൊടുക്കാൻ നേരത്ത് കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിനെ കണ്ടുമുട്ടിയെന്ന്. പ്രകാശൻ്റെ അവിഹിതത്തിലുള്ള മകളാണ് കാർത്തിക എന്നാണ് തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണി കാർത്തിക പോയി കഴിയുമ്പോൾ ചെക്ക് എടുത്ത് നോക്കുമ്പോൾ വലിയൊരു തുക കാണുമേ. അപ്പോൾ കല്യാണി ഇതെന്തിനാണോ ഇത്രയും വലിയൊരു എമൗണ്ട് എഴുതിയേക്കുന്നതെന്നൊക്കെ ഓർക്കുവാണ്. പിന്നെ കാണിക്കുന്ന മനോഹർ പുതിയ കല്യാണ നിശ്ചയത്തിന് പോകാൻ വേണ്ടി കണ്ണാടി നോക്കി സ്വയം ഓരോ കാര്യം പറഞ്ഞ് ഒരുങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന സരി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇന്ന് നല്ല ഭംഗിയായിട്ട് വല്ല പെണ്ണു കാണലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനോഹർ ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആക്ട് ചെയ്യാണ്, അങ്ങനെ തമാശയ്ക്ക് പോലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മോളു, ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ പോവുക എന്ന് പറയുവാണ്. അത് കേൾക്കുന്ന നമ്മുടെ സരിയും ഓക്കെ ശരി പോയിട്ട് വാ എന്നുള്ള രീതിയിൽ പറയുവാണ്. നമ്മുടെ മനോഹരാണെങ്കിൽ ഒരുങ്ങി കല്യാണ നിശ്ചയത്തിൻ്റെ സ്ഥലത്ത് ചെല്ലുവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ വീട്ടുകാർ പറയും, ഇത്രയും ചെറിയൊരു ഫംഗ്ഷൻ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ്, എന്നാലും കുഴപ്പമില്ല, മോൻ ഇത് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മോൻ്റെയും പേരൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. മനോഹർ എന്നിട്ട് ചിന്തിക്കുകയാണ്, അതെന്തായാലും നന്നായി എന്നോർത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണി വരുന്നുണ്ട് കേട്ടോ. കല്യാണി വന്നിറങ്ങുകയാണ്. അതേ സമയത്ത് നമ്മുടെ കാർത്തിക തിരിച്ച് വീട്ടിൽ ചെന്ന് ഡോറ് ബെല്ലടിക്കുമ്പോൾ കാർത്തികയ്ക്ക് ഒരു പുള്ളിക്കാരി വന്ന് വാതിൽ ഓർക്കുകയാണ് കേട്ടോ, ഓമന ചേച്ചി എന്ന് പറയുന്നത്. എന്നിട്ട് ഓമന ചേച്ചിയോട് പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ കാണാൻ കാത്തിരുന്ന ആൾ ഞാനൊന്ന് കണ്ടു ഓമന ചേച്ചി, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പുള്ളിക്കാരിയും പറയുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.